അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ അതിഥികളെ, പണ്ഡിതന്മാരെ, സദസ്സിലുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയുടെ മൂന്നാമത് കോൺവക്കേഷൻ, അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ ദിവസത്തിൽ മഗ്‌രിബിന് ശേഷവും നാളെ ശനിയാഴ്ചയും മറ്റന്നാൾ ഞായറാഴ്ചയുമെല്ലാമായി വിവിധ വൈജ്ഞാനിക സെഷനുകൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് വേങ്ങര സഭാ സ്ക്വയറിൽ നടക്കുന്ന ആ ഒരു ബിരുദദാന സമ്മേളനം തന്നെയാണ് നമ്മളേവരെയും അത്യധികമായ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രബോധന രംഗത്തേക്ക് ഒരു കൂട്ടം പുതിയ ഹിക്കമിമാരെ കൂടി നമ്മൾ സംഭാവന ചെയ്യുകയാണ് ഈ ഒരു ജാമിയ എന്ന നമ്മുടെ അഭിമാന സ്ഥാപനം. കഴിഞ്ഞ 2 കോൺവക്കേഷനുകളിലൂടെയും പുറത്തിറങ്ങിയ ഹിക്കമിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രബോധന രംഗത്ത് നമ്മൾ നേർക്കുനേരെ കാണുന്ന വ്യക്തികളെന്ന നിലക്ക് അൽഹംദുലില്ലാഹ് അവർ ഈ ദഅ്വ മേഖലയിൽ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു പുതിയ ടീം കൂടി, ഹിക്കമിമാരുടെ ഒരു പുതിയ ടീം കൂടി ഈ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു എന്നത് നമ്മളേവരെയും സന്തോഷിപ്പിക്കുകയാണ്. ആ നിലക്ക് കഴിഞ്ഞ 2 കോൺവക്കേഷനിലും പുറത്തിറങ്ങിയ ഹിക്കമിമാരെ പോലെ തന്നെ, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതലായി ഈ ദഅ്വ രംഗത്ത് നിറഞ്ഞു നിൽക്കാനുള്ള തൗഫീഖ് പുതിയ ഹിക്കമികൾക്കും ആ നിലക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റമളാൻ നമ്മുടെ തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് 30ാമത് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു സന്ദർഭത്തെ വിനിയോഗിക്കുകയാണ്. 30ാമത്തെ ഖുർആൻ വിജ്ഞാന പരീക്ഷയാണ് മാർച്ച് 8-ാം തീയതി ഇൻഷാ അല്ലാഹ് ഓൺലൈനായിക്കൊണ്ട് നടക്കുന്നത്. അതിൻ്റെ ഒരു 30ാമത്തെ പതിപ്പ് എന്ന ഒരു നാഴികക്കല്ല് പിന്നിടുന്നത് കൊണ്ട് തന്നെ 5 കാറ്റഗറികളിലായിക്കൊണ്ട് പ്രായഭേദമന്യേ എല്ലാവർക്കും എഴുതാവുന്ന തരത്തിൽ ജനറൽ, ഗ്ലോബൽ, അതുപോലെ നാട്ടിലും വിദേശത്തുമെല്ലാമുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ജനറൽ, ഗ്ലോബൽ കാറ്റഗറികളും ക്യാമ്പസ് വിദ്യാർത്ഥികളെയും ടീനേജേഴ്സിനെയും കിഡ്സ് കാറ്റഗറിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ളൊരു പരീക്ഷാക്രമം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരിമാരും സഹോദരങ്ങളുമെല്ലാം കുടുംബസമേതമായ ഒരു പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ മസ്ജിദിന് സമീപം സ്കൂൾ ഓഫ് ഖുർആനിലെ അതിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിലെ മക്കൾ ഒരുക്കിയിട്ടുള്ള എക്സിബിഷനെ കുറിച്ച് കൂടി 2 വാക്കുകൾ പറയാതെ വയ്യ. ആ മക്കൾ കഴിഞ്ഞ കുറേ ദിനങ്ങളിലെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി അൽഹംദുലില്ലാഹ് ഇൽംസ്പെയർ എന്ന പേരിലൊരു പ്രത്യേക വൈജ്ഞാനിക പ്രദർശനം, ഒരു മിനി എക്സിബിഷൻ അവരൊരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഇന്ന് ഇതിൻ്റെ ഇടവേളകളിൽ നമുക്കത് കാണാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. അതോടൊപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ പ്രത്യേകമായി അത് കാണുന്നു. നമുക്ക് കുടുംബസമേതം വരാം. നാളെയും മറ്റന്നാളുമൊക്കെ ഇൻഷാ അല്ലാഹ് ആ ഒരു എക്സിബിഷൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മധ്യകാലഘട്ടത്തിലെ ആ ഇരുണ്ട യുഗത്തിൽ നിന്ന് എങ്ങനെയാണ് പൊടുന്നനെ അറബ് ജനതയിൽ നിന്നും ഇത്രയേറെ ശാസ്ത്ര പ്രതിഭകൾ ഉണ്ടായത് എന്നും ഇത്രയേറെ ശാസ്ത്രരംഗത്തേക്ക് സംഭാവനകൾ ഉണ്ടായത് എന്നും ആ കൊച്ചുമക്കൾ അവരുടേതായ തലത്തിൽ ഫ്ലെക്സുകളിലൂടെ, അവർ തയ്യാറാക്കിയ ചാർട്ടുകളിലൂടെ, അവർ തയ്യാറാക്കിയ മോഡലുകളിലൂടെ, അവർ തയ്യാറാക്കിയ വിവിധ മെറ്റീരിയൽസിലൂടെ കൃത്യമായി അവരവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ നിലക്ക് അവരുടെ ആ ഒരു കൊച്ചു മികവിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും അതേപോലെ അതൊന്ന് വീക്ഷിക്കുന്നതിനും വേണ്ടി നിങ്ങളെല്ലാവരെയും ആ ഒരു സ്കൂൾ ഓഫ് ഖുർആൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ് വിദ്യാർത്ഥികൾ ഒരുക്കിയ ഇൽംസ്പെയർ എന്ന പ്രത്യേക എക്സിബിഷനിലേക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു കോൺവക്കേഷൻ പ്രോഗ്രാം ഇനി വരുന്ന വൈജ്ഞാനിക സെഷനുകളിലെല്ലാം ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.